മക്കളെ, അപ്പോൾ നമ്മളുടെ എക്സാം ഒക്കെ അടുക്കാറായി. അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം എന്താണ്? നമ്മളുടെ ചാപ്റ്റേഴ്സ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാ ടോപ്പിക്സും ഒന്ന് ഓർമ്മിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപ് നെക്സ്റ്റ് ഇയർ എൻ്റെ കുട്ടികൾക്ക് നമ്മളുടെ എക്സാമിനറുടെ കൂടെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. കാരണം നമ്മുടെ ലക്ഷ്യ ബാച്ചിലാണ് നിങ്ങൾക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബാച്ചാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരൊറ്റ ബാച്ചിൽ നിന്ന് A+കൾ ഏറ്റവും കൂടുതൽ എണ്ണം വാങ്ങിച്ചിട്ടുള്ള ഒരു ബാച്ച് കൂടിയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുൾ ചാപ്റ്റർ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും അതേപോലെ തന്നെ നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മോഡൽ എക്സാം, ചാപ്റ്റർ വൈസ് എക്സാം, ഇനി ആദ്യം ജോയിൻ ചെയ്യുന്ന മക്കൾക്കാണെങ്കിൽ നമ്മുടെ എക്സാമിനറുടെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 4999 ആണ്. താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് സെറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്താ ഉള്ളത്? കുറേ ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ. നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് കിട്ടുക? ഫോർ എക്സാമ്പിൾ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ് കിട്ടുക അല്ലേ. ആ കാർബോഹൈഡ്രേറ്റ് നമുക്ക് എന്താണ്? എനർജി ഉണ്ടാക്കി തരാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഇനി നമ്മൾ മുട്ട കഴിക്കുമ്പോൾ, മീറ്റ്, ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എന്താണ്? നമുക്ക് പ്രോട്ടീനാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ റീപെയറിങ്ങിനൊക്കെ അത്യാവശ്യമാണ്. ഇനി ഓയിൽ കഴിക്കുമ്പോൾ എന്താണ്? അതായത് നമ്മൾ എന്തെങ്കിലും ഓയിലൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്? എനർജിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫാറ്റാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മിൽക്ക്, സോൾട്ട്, ഇതിലൊക്കെ ധാരാളം മിനറൽസും വൈറ്റമിൻസും ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾ, അതായത് ബോൺ ഹെൽത്തിൻ്റെത്, ബ്ലഡ് സെൽസിൻ്റെ, രക്തകോശങ്ങളുടെ രൂപീകരണത്തിനൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ്സിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനാണ് ഈ ഭക്ഷണം കഴിക്കുന്നതെന്നുള്ളത്. ഇനി നമുക്ക് അറിയാനുള്ളൊരു കാര്യമാണ് എന്താണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം. എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? അല്ലെ, നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ല. ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ആരാണ്? പ്ലാന്റ്സ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പുറമേ നിന്ന്, ബാഹ്യമായിട്ടുള്ള ആ ഒരു പരിസ്ഥിതിയിൽ നിന്ന്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഭക്ഷണം സ്വീകരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് നമ്മളെ ന്യൂട്രിയൻസിന് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഓരോ കോശങ്ങൾക്കും എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടു ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ദ ഫുഡ് ഫോർ ന്യൂട്രിയൻസ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്ത് നിന്ന് ഫുഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യും? നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ബിരിയാണിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ബൂം എന്നും പറഞ്ഞങ്ങോട്ട് വിഴുങ്ങും. അതിനെ നമ്മൾ ഇൻജഷൻ എന്നാണ് പറയുക. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ആൾക്കാർ നമ്മുടെ ഭക്ഷണത്തിനെ നല്ല പോലെ ഡും 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 എന്ന് പറഞ്ഞ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ദെൻ എന്ത് ചെയ്യും? അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം. നമ്മുടെ ഭക്ഷണത്തിന് നമ്മളുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഗിരണം നടക്കുന്നത് അല്ലെ, കൂടുതലായിട്ട്. അതിനുശേഷം നമ്മുടെ കോശങ്ങളിൽ വെച്ചിട്ട് അതിനെ ഉപയോഗിക്കും. അതിന് അസിമിലേഷൻ അല്ലെ സ്വാംശീകരണം എന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ കോശങ്ങൾ എന്തുണ്ടാക്കുന്നത്? എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുശേഷം വേസ്റ്റ് നമ്മൾ പുറന്തള്ളും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ഏറ്റവും സിമ്പിൾ സെല്ലുലാർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ സെല്ലുള്ള നമ്മളുടെ ഹൈഡ്രയുടെ കാര്യമാണ്. ഹൈഡ്രയ്ക്ക് എന്താണ്? സിംഗിൾ സെല്ലാണ്, അല്ലെങ്കിൽ അത് ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവിയാണ്. അപ്പോൾ ഹൈഡ്ര എന്ത് ചെയ്യും? ഒരു ഭക്ഷണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഹൈഡ്രയുടെ ഈ കപടപാദങ്ങൾ എന്നാണ് ഈ സാധനത്തിന് നമ്മൾ പറയാം. അപ്പോൾ ഹൈഡ്രയുടെ ഈ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണത്തിനെ ഇങ്ങനെ വിഴുങ്ങും. ഓക്കെ, ഭക്ഷണത്തിന് ഇങ്ങനെ വിഴുങ്ങിയിട്ട് എന്താക്കി മാറ്റും? ഒരു ഫുഡ് വാക്യൂൾ, കണ്ടോ, ഒരു ഫുഡ് വാക്യൂളിനുള്ളിലേക്ക് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നു. ആഹാരം ഒരു ഫുഡ് വാക്യൂളിനുള്ളിലെത്തുന്നു. കണ്ടോ, ഒരു ഫുഡ് വാക്യൂളിനുള്ളിലെത്തി. അങ്ങനെ കോശം, ഇതൊരൊറ്റ കോശമാണല്ലേ നമ്മുടെ അമീബ എന്ന് പറയുന്നത്. അപ്പോൾ അമീബയുടെ കോശത്തിനകത്ത് വെച്ചിട്ട് എന്താണ്? ആ ഭക്ഷണത്തിന് ദഹനം നടക്കുകയാണ്. അപ്പോൾ അതെന്താ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്, അല്ലെങ്കിൽ കോശാന്തരിക ദഹനമാണ്. ഓക്കെ, അതിനുശേഷം വേസ്റ്റ് എന്ത് ചെയ്യും? ഹൈഡ്ര അമീബ പുറന്തള്ളാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ അമീബയുടെ ദഹനം വരുന്നത്. അതിനുശേഷം നമ്മുടെ ഹൈഡ്രയുടെയാണ്. അപ്പോൾ ഹൈഡ്ര നോക്കുകയാണെങ്കിൽ അമീബേനെ പോലെ ഒറ്റ സെല്ലല്ല, പകരം എന്താണ്? ഒരു മൾട്ടി സെല്ലുലാർ ആണ്, ബഹുകോശ ജീവിയാണ്. മൾട്ടി സെല്ലാണ് ഇതിനുള്ളത്, ഒന്നിലധികം കോശങ്ങളുണ്ട്. അപ്പോൾ ഈ ഹൈഡ്ര നമ്മളുടെ അമീബ എന്താ ചെയ്തത്? സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് ഭക്ഷണം എടുത്തതെങ്കിൽ ഹൈഡ്രയുടെ ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ടെൻടാക്കിൾസ് എന്ന് പറയാം. ഈ ടെൻടാക്കിൾസ് ഉപയോഗിച്ച് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനെ മൗത്ത് അല്ലെങ്കിൽ വായ എന്ന് പറയും. അപ്പോൾ ഭക്ഷണത്തിന് ഈ മൗത്തിലൂടെ ഉള്ളിലെത്തിക്കും.
അപ്പോൾ ഇവിടെ ശരീര അറ അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ബോഡി ക്യാവിറ്റീനകത്ത് വെച്ചിട്ട് എൻസൈമുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഭക്ഷണത്തിനൊന്ന് ഭാഗികമായിട്ട് ദഹിപ്പിക്കും, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും, പകുതി. അങ്ങനെ പകുതി ദഹിച്ച ഭക്ഷണത്തിനെ കോശത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കും. അവിടെ വെച്ചിട്ട് എന്താണ്, വീണ്ടും കോശത്തിനകത്ത് വെച്ചിട്ട് നമ്മുടെ ഭക്ഷണത്തിനെ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹൈഡ്രേനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ശരീരത്തിനകത്ത് അല്ല നമ്മുടെ കോശത്തിന് പുറത്ത് വെച്ചിട്ട്, അല്ല ഇതൊരു കോശമല്ല, ഇതൊരു ക്യാവിറ്റിയാണ്. അപ്പോൾ കോശത്തിന് പുറത്ത് വെച്ചിട്ടും, അതായത് ഔട്ട്സൈഡ് സെല്ല് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്, ഇൻസൈഡ് സെല്ല് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനിലെ കോശാന്തരിക ദഹനവും ഉണ്ട്. അത് നമുക്ക് രണ്ടായിട്ട് ഇവരുടെ പറയാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ അമീബയാണെങ്കിൽ യൂണി സെല്ലുലാർ ഏകകോശജീവി, ഹൈഡ്രയാണ് മൾട്ടി സെല്ലുലാർ ബഹുകോശജീവി. ആൻഡ് എന്താണ്, സ്യൂഡോപോഡിയ അല്ലെ കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അമീബ എങ്കിൽ ഇവരെന്താ ഉപയോഗിക്കുക, ടെൻഡാക്കിളുകളാണ് ഉപയോഗിക്കുക. ഇനി ഇതെന്താണ്, ഇൻസൈഡ് ദ സെല്ലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അമീബയുടേതെങ്കിൽ ഹൈഡ്രയ്ക്ക് എന്താണ്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആണ്. ഓക്കെ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഇവിടെ വേസ്റ്റ് ശരീരത്തിൻ്റെ ആ സെൽ സർഫേസിലൂടെ പുറന്തള്ളുമെങ്കിൽ ഇത് മൗത്തിലൂടെയാണ് വേസ്റ്റ് പുറന്തള്ളുന്നത്. ജസ്റ്റ് ആ കമ്പാരിസൺ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പുതിയതായിട്ട് ആഡ് ചെയ്തതുകൊണ്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി നമ്മളുടെ ദഹനം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഭക്ഷണം, ഇനിയിപ്പോൾ നമ്മൾ മനുഷ്യന്മാരിലേക്ക് എടുക്കുമ്പോൾ എന്താണ്, നമ്മളൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്, ഒരു ബഹുകോശ ജീവിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ദഹനം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. രണ്ട് തരത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, അതുപോലെ കെമിക്കൽ ഡൈജഷനും ഉണ്ട്. യാന്ത്രിക ദഹനവും ഉണ്ട്, രാസിക ദഹനവും ഉണ്ട്. അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള പേശികൾ, മസിൽസ്, അതേപോലെ തന്നെ നമ്മുടെ വായയിലുള്ള പല്ലുകളൊക്കെ വെച്ചിട്ട് കടിച്ച് പൊട്ടിക്കുകയാണ്, മെക്കാനിക്കലിയാണ് അവിടെ നടക്കുന്നത്. ഇനി രാസിക ദഹനം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ എൻസൈമുകൾ ഉപയോഗിച്ചിട്ട് കെമിക്കൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഡൈജഷനാണ്. ഓക്കെ, അപ്പോൾ കോംപ്ലെക്സ് ആയിട്ടുള്ള ഫുഡിനെ നമ്മൾ സിമ്പിളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുക. അത് നമുക്ക് മെക്കാനിക്കലി ഉണ്ട്, കെമിക്കലി ഉണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ എന്താണ്, നമ്മുടെ മെക്കാനിക്കൽ ഡൈജഷൻ ആദ്യം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ ടൂത്താണ്, നമ്മുടെ പല്ലാണ് അല്ലേ. അപ്പോൾ പല്ലിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പല തരത്തിലുള്ള പല്ലുകളുണ്ട്. മുന്നിലൊരു ടൈപ്പ് പല്ല്, സൈഡിൽ നമുക്ക് കോമ്പല്ലുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മോളാസ് ആൻഡ് പ്രീ മോളാസ്, ചർവണകം, അർഗ്ര ചർവണകം എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പല്ലിൻ്റെ ഘടനയാണ്, സ്ട്രക്ചറാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ നമ്മളിതേ പല്ലിന് ഏറ്റവും പുറമേ കാണുന്ന ഈ ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഉറപ്പുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനാമൽ എന്ന് പറയുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒരു ഡെഡ് ടിഷ്യൂ കൊണ്ടാണ്. ഇതൊന്നും എൻ്റെ മക്കൾ നോക്കി വെക്കണേ. ഇതൊരു ഡെഡ് ടിഷ്യൂ, നോൺ ലിവിങ് ആയിട്ടുള്ള ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ഉറപ്പുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗം കണ്ടോ, വരവരകൾ ഇട്ടിരിക്കുന്ന ഈ ഭാഗം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഡെൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ലിവിങ് ടിഷ്യൂ വെച്ചിട്ടാണ്. എന്താണ്, ലിവിങ് ടിഷ്യൂ ആണ്. ഇതാണ് നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ രക്തക്കുഴലുകളൊക്കെ വെച്ച് ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ നമ്മുടെ പല്ലിന് എന്തെങ്കിലും ഒരു ക്യാവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പൾപ്പ് ക്യാവിറ്റീൻ്റെ അവിടെ വരെ ആ ഇൻഫെക്ഷൻ എത്തുമ്പോഴാണ് നമുക്ക് പല്ല് വേദനിക്കാൻ തുടങ്ങുന്നത്. കാരണം അവിടെ എന്തുണ്ട്, കുറേ ബ്ലഡ് വെസൽസും നെർവ്സും എല്ലാം ഉണ്ട്. അതാണ് നമുക്ക് വേദന അറിയുന്നത്. ഓക്കെ, സോ പൾപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ്, സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ രക്തക്കുഴലുകളും നാഡികളും എല്ലാം നമുക്ക് കാണുന്ന ഒരു ഭാഗം കൂടിയാണ്. പിന്നെ നമ്മുടെ ഈ പല്ല് അല്ലേ, നമ്മുടെ മോണയുടെ അകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പല്ലിനെ ഈ മോണയുടെ അകത്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സിമെൻറ്റം ഉള്ളത്. സിമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ, കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ പല്ലിനെ ആ ഒരു മോണയുടെ അകത്ത്, നമ്മുടെ മൗത്ത് ക്യാവിറ്റീൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ സോക്കറ്റിനകത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത മെക്കാനിക്കൽ ഡൈജഷനിൽ ഒന്നാണ് നമ്മുടെ സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ, നമ്മുടെ സ്റ്റൊമക്കിനകത്ത് എന്താണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണത്തിന് ഇങ്ങനെ ഇട്ടിട്ട് കളിക്കും. അപ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിനകത്തുള്ള ഈ പെരിസ്റ്റാൾസിസും ഇതിനകത്തുള്ള വലയ പേശികൾ അല്ലെങ്കിൽ സർക്കുലാർ മസിൽസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭക്ഷണത്തിനെ നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലും ഈ പറഞ്ഞതുപോലെ പെരിസ്റ്റാൾസിസും പിന്നെ സെഗ്മെൻറ്റേഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓരോ സെഗ്മെൻ്റ് ആയിട്ടല്ലേ ഭക്ഷണം പോകുന്നത്. ഭക്ഷണം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോവല്ല, ഒരു സെഗ്മെൻറ്റ്, ഇതൊരു സെഗ്മെൻറ്റ്, ഇത് വേറൊരു സെഗ്മെൻറ്റ്, അങ്ങനെ ഭക്ഷണം പതിയെ പോകുന്നത് കൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് എന്താണ്, എൻസൈമുകളൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാനും അതിനെ സിമ്പിൾ ഫോം ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ പെരിസ്റ്റാൾസിസും സെഗ്മെൻറ്റേഷനും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭക്ഷണം ഇതിലൂടെയൊക്കെ പോകുമ്പോൾ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെയൊക്കെ പോകുമ്പോൾ നല്ലപോലെ എൻസൈമുകളായിട്ട് മിക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഭക്ഷണം എങ്ങനെയാണ് താഴേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ നല്ലപോലെ വായിലിട്ടിട്ട് ചവച്ചരയ്ക്കുന്ന സമയത്ത് ഈ പച്ച കളറാണ് നമ്മുടെ ഫുഡ്. അങ്ങനെ ഭക്ഷണം നമ്മൾ ചവച്ചരയ്ക്കുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ഭക്ഷണം, നമ്മുടെ നാക്ക്, ഇത് നമ്മുടെ നാക്കാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്പർ പാലറ്റ്. ഓക്കെ, അപ്പർ പാലറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചതച്ച് ഒരു ചെറിയ എന്താ പറയുക, ഒരു സംഭവമാക്കി മാറ്റും, ഒരു ഉരുള പോലെ ആക്കി മാറ്റും. ആ ഭക്ഷണം ഇതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് മൂക്കിലേക്ക്, നമ്മുടെ നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരത്തിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉവ്യൂള എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരം അടയ്ക്കും. ഇത് നമ്മുടെ ഭക്ഷണം ഇങ്ങനെ വീഴുന്ന സമയത്ത് ഇവിടെ ഒരു എപ്പിഗ്ലോട്ടസ് ഉണ്ട് അല്ലേ, നമ്മുടെ ഈ ഒരു ട്രക്കിയ, ഇത് നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയാണ്. അപ്പോൾ ഈ ട്രക്കിയയുടെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഗ്ലോട്ടസ് എന്ന് പറയാം. ഈ ഭക്ഷണം ഇതിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടി നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ഇവിടെ ഒരു അടപ്പുണ്ട്. ഈ അടപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? എപ്പിഗ്ലോട്ടസ്. ഈ എപ്പിഗ്ലോട്ടസ് ഇത് അടയ്ക്കും. ഇതെങ്ങനെ അടയ്ക്കുക? ഭക്ഷണം ഇതിൻ്റെ മുകളിലൂടെ വരുന്ന സമയത്ത് എപ്പിഗ്ലോട്ടസ് ഓട്ടോമാറ്റിക്കലി ഇതിനെ അടയ്ക്കും. ആ സമയത്ത് നമ്മുടെ ട്രക്കി ഒന്ന് പൊന്തി കൊടുക്കും. ട്രക്കി ഇതാ നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മളുടെ ഭക്ഷണം ഇതിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ, എപ്പിഗ്ലോട്ടസ് ഇവിടെ വന്ന് അടഞ്ഞു. ഇങ്ങനെ പൊന്തിരുന്ന എപ്പിഗ്ലോട്ടസ് ആയിരുന്നു, ഇവിടെ എന്തായി? കറക്റ്റായിട്ട് അടഞ്ഞു. ആ സമയത്ത് നമ്മുടെ ട്രക്കിയെ കുറച്ചൊന്ന് ഉയർന്നു കൊടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നമ്മുടെ ആ ഒരു ഗ്ലോട്ടസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് അടയ്ക്കാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ മെക്കാനിക്കൽ ഡൈജഷനിൽ വരുന്നത്. ഇനി നമ്മളുടെ കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസിക ദഹനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നികളുണ്ട്. അവരാണ് നമ്മളുടെ ഭക്ഷണത്തിന് എന്ത് ചെയ്യുന്നത്? കെമിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, നമ്മുടെ മൗത്തിലാണ് നമ്മുടെ ആദ്യത്തെ ആളുള്ളത്. മൗത്തിൽ നമുക്ക് എന്താ? സെലൈവറി ഗ്ലാൻസ് ഉണ്ട്. ഇച്ചിരി കുറഞ്ഞു പോയോ? മൗത്തിൽ നമുക്ക് സെലൈവറി ഗ്ലാൻസ് ഉണ്ട്. ഇച്ചിരി റെഡിയാക്കട്ടെ, പോരല്ലോ. ഓക്കെ, മൗത്തിൽ നമുക്ക് സെലൈവറി ഗ്ലാൻസ് ഉണ്ട്. സെലൈവറി ഗ്ലാൻസ് ഉണ്ടാക്കുന്ന എൻസൈമാണ് ഇത്? സെലൈവറി എമൈലേസ്. സെലൈവറി എമൈലേസ് എന്താ ചെയ്യുന്നത്? പറഞ്ഞാൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജത്തിനെ ഏറ്റവും സിമ്പിൾ ഷുഗറാക്കി മാറ്റും. ഓക്കെ, അപ്പം നമ്മുടെ അന്നജത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർച്ചിന് ആദ്യത്തെ ദഹനം നടന്നത് എവിടെയാണ്? നമ്മുടെ മൗത്തിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണം ഇങ്ങനെ താഴേക്ക് പോയിട്ട് ഇവിടെ എത്തും അല്ലേ, നമ്മുടെ സ്റ്റൊമക്ക് അല്ലെ ആമാശയത്തിലെത്തും. നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിൽ നമ്മളിവിടെ കാത്തിരിക്കുന്നതാണ് ആര്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതേപോലെ പെപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഉണ്ട്. ലിപ്പേസ് എന്ന് പറഞ്ഞ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ഉണ്ട്. ദെൻ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറിയണം. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നശിപ്പിക്കും. അതേപോലെ തന്നെ pH, അവിടെയുള്ള pH ഒന്ന് റെഗുലേറ്റ് ചെയ്യും, ഭക്ഷണത്തിനൊന്ന് അസിഡിക് ആക്കി മാറ്റും. ആൻഡ് പെപ്സിൻ നമ്മുടെ പ്രോട്ടീനെ എന്ത് ചെയ്യും? ഭാഗികമായിട്ട് ദഹിപ്പിക്കും. ആൻഡ് ലിപ്പേസ് നമ്മുടെ എന്ത് ചെയ്യും? കൊഴുപ്പിനെ, ഫാറ്റിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കും. മ്യൂക്കസ് അല്ലെ ശ്ലേഷ്മം എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കാരണം നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാളിന് ഡാമേജ് വരാൻ പാടില്ല. നമ്മുടെ ആമാശയ ഭിത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? നമ്മുടെ ഈ ഒരു മ്യൂക്കസ് ഉള്ളത്. ഓക്കെ, അങ്ങനെ ദഹനം നടന്ന ഭക്ഷണം ഇങ്ങനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കുകയാണ്. ഇതെല്ലാം സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. പക്ഷേ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഈ തുടക്കത്തിലുള്ള ഈ യു ഷേപ്ഡ് ട്യൂബ് കാണുന്നുണ്ടോ മക്കളെ? ഈ യു ഷേപ്ഡ് ട്യൂബിനെയാണ് നമ്മൾ പറയുക ഡ്യൂഡിനം. ഇവിടെ നമ്മുടെ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലും ഇവിടെയുള്ള പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും എത്തുന്നുണ്ട്. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമാണ്, എന്നാൽ കൂടെ എന്താണ്? രണ്ടാൾക്കാരുടെ സെക്രീഷൻസ് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലിവർ നോക്കാം. ലിവർ അല്ലെങ്കിൽ കരളാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ ബൈൽ ഉണ്ടാക്കുന്നത് പിത്തരസം. അത് എവിടെയാണ്? നമ്മുടെ ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയത്തിൽ സംഭരിച്ച് വെക്കുകയാണ് ചെയ്യുക. ഈ ബൈലിന് രണ്ട് ഫങ്ഷൻസ് ആണ്. ഒന്ന്, നമ്മുടെ വലിയ ഫാറ്റ് മോളിക്യൂൾ. ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല, എന്താണ്? ഇങ്ങനെ വലിയ മോളിക്യൂളാണ്, വലിയ ഫാറ്റ് മോളിക്യൂളാണ്. ഈ വലിയ ഫാറ്റ് മോളിക്യൂൾസിനെ സ്മോൾ മോളിക്യൂൾസ് ആക്കി മാറ്റുന്നത് ആരാണ്? നമ്മുടെ ബൈലാണ്. രണ്ടാമതായിട്ട് ഇവിടെയുള്ള pH റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആമാശയം അല്ലെ സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഫുഡ് എന്താ? അസിഡിക് ആണ്, അതിനൊന്ന് ആൽക്കലൈൻ ആക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഭക്ഷണം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടേക്ക് ആരാണ് വരുന്നത്? നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാസ് സെക്രേറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് വരുന്നുണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കിക്കേ. നമുക്ക് പാൻക്രിയാറ്റിക് എമൈലേസ് ഉണ്ട്. എമൈലേസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അന്നജത്തിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. നമ്മുടെ സെലൈവറി എമൈലേസ് പോലെ കണ്ടോ, എമൈലേസ് സെലൈവ ഉണ്ടാക്കുന്നതുകൊണ്ട് സെലൈവറി എമൈലേസ്, പാൻക്രിയാസ് ഉണ്ടാക്കുന്നതുകൊണ്ട് പാൻക്രിയാറ്റിക് എമൈലേസ്. പിന്നെ അടുത്തത് നോക്കിക്കേ, അടുത്ത ട്രിപ്സിൻ. പെപ്സിൻ നമ്മുടെ സ്റ്റൊമക്കിലാണ്, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ്. ട്രിപ്സിൻ എഗെയിൻ പ്രോട്ടീൻ ഡൈജഷൻ ആണ്, പക്ഷേ പാൻക്രിയാസ് ആണ്. ദെൻ ലിപ്പേസ് എന്താണ്? ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യും. ലിപ്പിഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. എന്തൊക്കെയാക്കി മാറ്റും?
ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. ഇതോട് കൂടിയിട്ട് നമ്മുടെ ലിപ്പിഡിൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണം എന്ത് ഇങ്ങനെ പോയി നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ആരുണ്ട്? ഇതോട് കൂടിയിട്ട് നമ്മുടെ ഡൈജഷൻ അവസാനിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് എന്താക്കും? കംപ്ലീറ്റ് ഷുഗറിനെ ഏറ്റവും സിമ്പിൾ ഫോം ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് ആക്കി മാറ്റും. പിന്നെ നമുക്കിവിടെ പ്രോട്ടിയേസസ് ഉണ്ട്. അതെന്ത് ചെയ്യും? കംപ്ലീറ്റ് പ്രോട്ടീൻസിനെ ഫുള്ളി ഡൈജസ്റ്റഡ് ആവാത്തതായിക്കോട്ടെ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിക്കോട്ടെ എല്ലാറ്റിനെയും പിടിച്ച് അമിനോ ആസിഡ്സ് ആക്കി മാറ്റും. പിന്നെ ഫാറ്റിന് ഓൾറെഡി നമ്മളിവിടെ ഫാറ്റി ആസിഡും ലിപ്പിഡും ആക്കിയല്ലോ. അങ്ങനെ നമ്മുടെ ഫുഡിന് എന്ത് ചെയ്തു? ഇവിടെ ഫാറ്റ് ഏറ്റവും സിമ്പിൾ ഫോമായി, പ്രോട്ടീൻ സിമ്പിൾ ഫോമായി, നമ്മുടെ സ്റ്റാർച്ച് സിമ്പിൾ ഫോമായി. അങ്ങനെ കംപ്ലീറ്റ് ഡൈജഷൻ കഴിയും. ഇനി നമുക്ക് ഇവരെ അബ്സോർബ് ചെയ്യണം. അത് നമ്മൾ അടുത്ത് നോക്കും. അതിന് മുൻപായിട്ട് എന്താണ് നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ അല്ലെങ്കിൽ വൻകുടലിൽ വെച്ച് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റിമൈനിങ് ആയിട്ട് എന്തെങ്കിലും വെള്ളം ബാക്കിയുണ്ടോ അത് അബ്സോർബ് ചെയ്യും. എന്തെങ്കിലും സോൾട്ട് ബാക്കിയുണ്ടോ അത് അബ്സോർബ് ചെയ്യും. പിന്നെ അവിടെയുള്ള ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെയും അതേപോലെ തന്നെ ബി കോംപ്ലക്സും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദഹനം നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള വില്ലസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണം ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വില്ലസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് കാണാം. ഈ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ വില്ലസ് എന്ന് പറയുക. അപ്പോൾ വില്ലസിൻ്റെ പ്രത്യേകത ഇത് ഒരൊറ്റ വരി കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പോഷകങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യപ്പെടാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറയെ ബ്ലഡ് കാപ്പിലറീസ് കാണാം. ഈ രക്തക്കുഴലുകളിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഫാറ്റി ആസിഡും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നത് നമ്മുടെ ലിംഫ് കാപ്പിലറിയിലേക്കാണ്. ഓക്കെ, അതാണ് നടുവിലുള്ള ഈ ലാക്ടിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ലാക്ടിയലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ബാക്കിയുള്ള നമ്മുടെ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ നമ്മളുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് കടത്തിവിടുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ബ്ലഡിൽ എന്തുണ്ട്? നമ്മുടെ ബ്ലഡിൽ ഈ പറഞ്ഞ ന്യൂട്രിയൻസ് ഉണ്ട്. ഈ ന്യൂട്രിയൻസിനെ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്നത് ആരാണ്? നമ്മളുടെ ബ്ലഡാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ നമുക്ക് 55% പ്ലാസ്മയും ബാക്കി വരുന്ന 45% നമ്മുടെ രക്തകോശങ്ങളുമാണ്. അപ്പോൾ പ്ലാസ്മയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജലമാണ്. അതുകൂടാതെ പ്ലാസ്മയുടെ അകത്ത് പ്രോട്ടീൻസ് ഉണ്ട്. ഒന്ന് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൽ ആൽബുമിനാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത്. ഗ്ലോബുലിൻ ഡിഫൻസ് ആണ്, പ്രതിരോധം. ഫൈബ്രിനോജൻ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുന്നത്. ഇനി ബാക്കി അതർ കോമ്പണൻസും ഉണ്ട്. ഇനി രക്തകോശങ്ങളാണെങ്കിൽ RBC അല്ലെ അരുണ രക്താണുക്കളാണ് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കണ്ടക്ഷൻ. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അതേപോലെ തന്നെ നമ്മളുടെ WBC ഉണ്ട്, അതാണ് നമുക്ക് പ്രതിരോധം തരുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി നമുക്ക് നമുക്ക് പലതരത്തിലുള്ള രക്തക്കുഴലുകൾ ഇതിൽ നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഭാഗം എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ രക്തക്കുഴലുകളും എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത്. ഒന്ന് ആർട്ടറി, ധമനി, വെയിൻ അല്ലെങ്കിൽ സിര, കാപ്പിലറി അല്ലെങ്കിൽ ലോമിക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആർട്ടറി അല്ലെങ്കിൽ ധമനി കാണാം. വളരെ കട്ടി കൂടിയ ഇലാസ്റ്റിക് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. ഇതിലൂടെ ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലുമാണ് രക്തം ഒഴുകുക. അതുകൊണ്ട് തന്നെ വാൽവുകളൊന്നും കാണപ്പെടുന്നില്ല. ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ പുറത്തേക്ക്, ഹൃദയത്തിൽ നിന്ന് രക്തത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ആർട്ടറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മളുടെ വെയിൻസ്. നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ആർട്ടറീനെ കമ്പയർ ചെയ്യുമ്പോൾ വെയിൻസിന് വളരെ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ രക്തക്കുഴലുകളാണ്. ഇതിലൂടെ രക്തം വളരെ സ്പീഡ് കുറഞ്ഞിട്ട് ലോ സ്പീഡിലും ലോ പ്രഷറിലുമാണ് ഒഴുകുക. അപ്പോൾ തിരികെ ഒഴുകാൻ ഒരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? വാൽവ് കാണുന്നുണ്ട്. വാൽവ് കാണുന്ന ഒരേ ഒരു രക്തക്കുഴലുകൾ വെയിനാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ലോമിക. ഈ ആർട്ടറിനെയും വെയിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും തിന്നായിട്ടുള്ള രക്തക്കുഴലുകളാണ്. അവരൊറ്റ വരി കോശങ്ങളല്ലേ, സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടയിലായിട്ട് നമുക്ക് മൈന്യൂട്ട് പോഴ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങൾ കാണാം. നമ്മുടെ ആർട്ടറിനെയും അതേപോലെ തന്നെ വെയിനെയും കണക്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ആര് പറയുന്നത്? ഈ ഒരു കാപ്പിലറീസ് എന്ന് പറയുന്നത്. അതായത് ആർട്ടറിയിലൂടെ രക്തം ഇങ്ങനെ ഒഴുകണം അല്ലേ. ഈ രക്തത്തിനകത്ത് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ടാകും, അതേപോലെ തന്നെ പോഷകങ്ങൾ, ന്യൂട്രിയൻസ് ഉണ്ടാകും. ഇത് നമ്മുടെ കോശത്തിന് കൊടുക്കണം. പക്ഷേ ഇവരുടെ ഈ ഒരു തിക്ക് വെസൽസ് കാരണം ഇവർക്ക് അവിടെ എത്താൻ പറ്റില്ല. അപ്പം നമ്മുടെ ആർട്ടറീസ് ബ്രാഞ്ച് ആയിട്ട് കാപ്പിലറീസ് ആയിട്ട് മാറും. അപ്പോൾ കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികയിലൂടെ രക്തം ഒഴുകുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ സ്ഥലം കുറഞ്ഞു അല്ലേ. ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ വോളിയം കൂടുതലായിരുന്നു, അപ്പോൾ പ്രഷർ കുറവായിരുന്നു.
പക്ഷേ ഇവിടെ എന്താണ്, വോളിയം കുറഞ്ഞു, അപ്പോൾ പ്രഷർ ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ ഇവിടെ ഫിൽട്രേഷൻ നടക്കും. അതായത് നമ്മളുടെ ബ്ലഡിലെ വലിയ വലിയ പ്രോട്ടീൻസും ഹീമോഗ്ലോബിനും ഒഴികെ ബാക്കി എല്ലാ സിമ്പിൾ ന്യൂട്രിയൻസും ഇങ്ങോട്ടേക്ക് നമ്മുടെ സെൽസിൻ്റെ ഇടയിലേക്ക് പോകും. സെൽസിൻ്റെ ഇടയിലേക്ക് ആരൊക്കെ എത്തും, നമ്മുടെ ഓക്സിജൻ എത്തും, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിയൻസ് എത്തും. അപ്പം ഈ ഊർന്നിറങ്ങുന്ന കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകളുടെ ഇടയിൽ നിന്ന് ഇവിടേക്ക് ഊർന്നിറങ്ങുന്ന ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുക. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും കോശങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അവരത് ഉപയോഗിച്ചിട്ട് ഊർജ്ജം നിർമ്മിക്കും. തിരികെ എന്താണ്, ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് ഉണ്ടാവും അല്ലേ. ആ വേസ്റ്റിലൊന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും. ഈ വേസ്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇത് നേരെ നമ്മളുടെ രക്തക്കുഴലിലേക്ക് കയറും. അതാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മളുടെ വെയിൻ വഴി തിരികെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഫോർമേഷനും അതേപോലെ തന്നെ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷനും. ഇനി വേറൊരു സാധനം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് പോർട്ടൽ വെയിൻ. പോർട്ടൽ വെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വെയിൻസും എവിടേക്ക് തിരികെ എത്തും, നമ്മുടെ ഹാർട്ടിലേക്ക് തിരികെ എത്തും. പക്ഷേ പോർട്ടൽ വെയിൻസ് എവിടെ എത്തില്ല, അവർ ഹാർട്ടിലെത്തില്ല. പകരം ഒരു ഓർഗനിൽ നിന്ന്, ഓക്കെ, ഇൻസ്റ്റെഡ് ദേ ക്യാരി ബ്ലഡ് ഫ്രം വൺ ഓർഗൻ ടു അനദർ ഓർഗൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതേപോലെ സ്റ്റൊമക്ക്, ഇവിടെ നിന്നൊക്കെ ബ്ലഡ്, ന്യൂട്രിയൻസ് ഉള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് പോകാതെ അവർ നേരെ ലിവറിലേക്ക് പോകുന്നുണ്ട്, കരളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും ചെറുകുടൽ, ആമാശയത്തിൽ നിന്നുമൊക്കെ ലിവറിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രക്തക്കുഴൽ. അപ്പോൾ ഇതൊരു ഓർഗനാണല്ലോ, ഇത് മറ്റൊരു ഓർഗൻ. അപ്പോൾ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോർട്ടൽ വെയിൻസ്. ഇത് എവിടേക്കാണ് പോയത്, ലിവറിലേക്കല്ലേ പോയത്. ലിവറിൻ്റെ മറ്റൊരു പേരാണ് ഹെപ്പാറ്റിക്. അപ്പോൾ ഇവിടെ നിന്ന് ലിവറിലേക്ക് പോയിട്ടുള്ള ആ പോർട്ടൽ വെയിനാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ദാ പോർട്ടൽ വെയിൻ. ഇവിടെ വെച്ച് ലിവറിൽ വെച്ചിട്ട് ന്യൂട്രിയൻസിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതായത് കരളിൽ വെച്ച് കഴിഞ്ഞാൽ വേണ്ട അധികമുള്ള ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കും. എന്തെങ്കിലും എനർജി ഫോം ചെയ്യാനുണ്ടെങ്കിൽ അത് ഫോം ചെയ്യും. അതൊക്കെ ഫോം ചെയ്തതിന് ശേഷം കരളിൽ നിന്ന് പോകുന്ന ഹെപ്പാറ്റിക് വെയിൻ അവസാനം നമ്മുടെ വീന കാവ വഴി ഹൃദയത്തിലെത്തും. അപ്പോൾ ഈ പോർട്ടൽ വെയിൻ എവിടെ എത്തുന്നില്ല, ഹൃദയത്തിൽ എത്തുന്നില്ല, പകരം അത് ലിവറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വെയിൻസിനെയാണ് നമ്മൾ പോർട്ടൽ വെയിൻ എന്ന് പറയാം. ഈ പോർട്ടൽ വെയിൻ ഉള്ള ഈ സിസ്റ്റത്തിന് നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയും. ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണെങ്കിൽ ഹാർട്ടിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്ററിലായിട്ട് നമ്മളുടെ തൊറാസിക് ക്യാവിറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്കിവിടെ ഉദരാശയവും ഉണ്ട്, ഔരസാശയവും ഉണ്ട്. അതിൽ ഔരസാശയത്തിനകത്താണ് നമ്മളുടെ ഹാർട്ട് ഉള്ളത്. നമ്മളുടെ രണ്ട് റിബ്സിൻ്റെ ഇടയിൽ, അല്ലെ വാരിയലുകൾക്ക് ഇടയിലായിട്ട്, ലങ്സിൻ്റെ ഇടയിലായിട്ടാണ് കാണുന്നത്. നമ്മളുടെ ഹാർട്ടിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ചുരുട്ടി പിടിച്ച മുഷ്ടിയുടെ സൈസാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്തിട്ട് നമുക്ക് പെരികാർഡിയം എന്ന് പറയുന്ന ഒരു ഇരട്ട സ്ഥലമുണ്ട്. ഈ രണ്ട് ലെയറിൻ്റെ ഇടയിലായിട്ട് നമുക്ക് പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവമുണ്ട്. ഇതാണ് നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഘർഷണം കുറയ്ക്കുന്ന ആളാണ്. ഇനി നമ്മുടെ ഹാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര അറകളാണ് നമ്മുടെ ഹാർട്ടിൽ? 4 അറകളാണ്. അപ്പർ ചേംബേഴ്സിന് ഏട്രിയം, റൈറ്റ് സൈഡിൽ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഏട്രിയം, ലോവർ സൈഡിൽ വെൻട്രിക്കിൾ, റൈറ്റ് സൈഡിൽ റൈറ്റ് വെൻട്രിക്കിൾ, ലോവർ സൈഡിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ. പിന്നെ നമുക്ക് വാൽവുകൾ ഉണ്ട് അല്ലേ, റൈറ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെ ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ട് ട്രൈകാസ്പിഡ് വാൽവും, പിന്നെ ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ട് ബൈകാസ്പിഡ് വാൽവും ഉണ്ട്. അതുകൂടാതെ നമ്മളുടെ ഹാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന രക്തക്കുഴലാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറിയിലുള്ള വാൽവാണ് നമ്മളുടെ എന്ത് പറയും, പൾമണറി വാൽവ് അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് എന്ന് പറയും. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നതാണ് അയോട്ട അല്ലെ മഹാധമനി, അവിടെയുള്ള വാൽവാണ് അയോട്ടിക് വാൽവ്. ഈ അയോട്ടിക് വാൽവിനെയും പൾമണറി വാൽവിനെയും ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത് കേട്ടോ, അർദ്ധചന്ദ്രാകാര വാൽവ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ട്രൈകാസ്പിഡ്, ഇത് ബൈകാസ്പിഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് മിട്രാൽ വാൽവ് കേട്ടോ. ഇതിൻ്റെ വേറൊരു പേരാണ് മിട്രാൽ വാൽവ്. ബൈകാസ്പിഡ് വാൽവിൻ്റെ തന്നെ വേറെ പേരാണ് മിട്രാൽ വാൽവ്. ഇനി ഇവിടെ പൾമണറി ആർട്ടറീൻ്റെ അകത്ത് പൾമണറി വാൽവും അയോട്ടയുടെ അകത്ത് അയോട്ടിക് വാൽവും, ഇതിന് രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് സെമി ലൂണാർ വാൽവ്. ഇനി നമ്മളുടെ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ ഹാർട്ടിലെ ചേംബേഴ്സ് എല്ലാവരും റിലാക്സ് ചെയ്യും. അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിൻ്റെ അറകളിലേക്ക് രക്തം വന്ന് നിറയും. അതിനുശേഷം ഏട്രിയം ആദ്യം കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് വീഴും. അപ്പോൾ വെൻട്രിക്കിൾ നിറയുമ്പോൾ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. അങ്ങനെ
അങ്ങനെ എന്താണ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ രക്തം പൾമണറി ആർട്ടറിയിലേക്കും അയോർട്ടയിലേക്കും പോകും. വീണ്ടും എല്ലാവരും റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തും. ഈ എല്ലാ സ്റ്റേജിനെയും 3 സ്റ്റേജസ് ചേരുന്നതിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയാം. ഒരു കാർഡിയാക് സൈക്കിളിലെ സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. അതാണ് നമ്മളുടെ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് എത്ര ഹാർട്ട് ബീറ്റാ? 72. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണ് അല്ലേ? 60 സെക്കൻഡ് ആണ്. നമ്മൾ ഒരു കാർഡിയാക് സൈക്കിൾ 0.8 സെക്കൻഡ് ആണ്, 1 സെക്കൻഡ് പോലും ഇല്ല. അപ്പോൾ 60 സെക്കൻഡ്സിൽ എത്ര സൈക്കിൾസ് നടക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതെ, ആദ്യം എല്ലാവരും റിലാക്സ്ഡ് സ്റ്റേറ്റ്, ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ആണ്. അപ്പോൾ ഹാർട്ട് ചേമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഹാർട്ടിലേക്ക്, ഇവിടെ നിന്ന് ലങ്സിലേക്കും ഏട്രിയത്തിലേക്ക് രക്തം വരും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്കും വരുന്നുണ്ട്. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എവിടുന്ന വരുന്നത്? ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര, ഇത് നമ്മുടെ വീന കാവകൾ റൈറ്റ് ഏട്രിയത്തിലേക്ക് നിറയ്ക്കും. അങ്ങനെ നിറഞ്ഞ് ഏട്രിയം ഫുള്ളാവുന്ന സമയത്ത് ഏട്രിയം പറയും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലേ, ഞാൻ കോൺട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്നതാണ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ രക്തം മുഴുവൻ ഇങ്ങോട്ടേക്ക് വീഴും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ളാവുന്ന സമയത്ത് ബ്ലഡിന് അവിടെ നിൽക്കാൻ കഴിയില്ല. ബ്ലഡ് പറയും എനിക്ക് തിരികെ പോകണം. അപ്പോൾ അവർ സമ്മതിക്കാതിരിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. അവർ പറയും നിനക്കിനി തിരികെ പോകാൻ പറ്റില്ല, ഞങ്ങൾ വാൽവ് അടയ്ക്കുകയാണെന്ന് പറയും. അപ്പോൾ വെൻട്രിക്കിളിൽ പ്രഷർ കൂടും, കാരണം തിരികെ പോകാൻ വഴിയില്ലല്ലോ. അപ്പോൾ വെൻട്രിക്കിൾ പറയും എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പൾമണറി വാൽവും അയോട്ടിക് വാൽവും ഓപ്പൺ ആകും. രക്തം ഇങ്ങോട്ടേക്ക് പൾമണറി ആർട്ടറിയിലേക്ക് അയോർട്ടയിലേക്കും ശ്വാസകോശ ധമനിയിലേക്കും മഹാധമനിയിലേക്കും കയറുന്നു. അപ്പോൾ വെൻട്രിക്കിളും വീണ്ടും എന്തായി? റിലാക്സ്ഡ് ആയി. അങ്ങനെ എല്ലാവരും വീണ്ടും എവിടേക്ക് എത്തി? ജോയിൻറ്റ് ഡയസ്റ്റോൾ എത്തി. ഓക്കെ, അതാണ് നമ്മുടെ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് പറഞ്ഞു നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോൺട്രാക്ഷൻ ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒരു സ്റ്റിമുലസ് വേണം അല്ലേ, ഒരു ഉദ്ദീപനം വേണം. ആരെങ്കിലും വന്ന് പറയണ്ടേ? അപ്പോൾ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസ് പറയണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയണം പഠിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ ഹാർട്ട് മസിൽസിനോട് ഇങ്ങനെ റിതമിക് ആയിട്ട് കോൺട്രാക്ഷൻ ചെയ്യാനും റിലാക്സേഷൻ ചെയ്യാനും പറയുന്നത് നമ്മുടെ ഹാർട്ടിലെ ഒരു പ്രത്യേക മസിൽസ് ആണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് എസ് എ നോഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് എസ് എ നോഡ്. ഈ എസ് എ നോഡാണ് നമ്മുടെ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കാരണം. അതുകൊണ്ട് എസ് എ നോഡിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? പേസ് മേക്കർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഹാർട്ടിൽ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. എസ് എ നോഡാണ് ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വെൻട്രിക്കിളിൽ എത്തുമ്പോഴാണ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയണം നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒക്കെ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മളൊരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, അത് നമുക്ക് ഗ്രാഫിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും വേദനയുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം പറയില്ല എന്താ? അപ്പോൾ ECG എടുത്തിട്ട് വരും. അതായത് ECG നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി നോർമൽ ആണോ അല്ലയോ എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ബാക്കിയുള്ള ചെക്കപ്പ് ചെയ്യണം. ഇനി എന്താണ് പൾസ്? പൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സമയമാണ് 0.8 സെക്കൻഡ്. ഒരു സെക്കൻഡ് പോലും ഇല്ല. അപ്പോൾ 0.8 സെക്കൻഡ്സിൽ നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് 72 തവണ ഇത് ചെയ്യുമ്പോൾ ഹാർട്ട് ഇങ്ങനെ ഓരോ തവണ കോൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നമ്മുടെ ആർട്ടറീസ്, ധമനി ഭിത്തികളിൽ ഉടനീളം നമുക്ക് അറിയാൻ പറ്റും. ഒരു വേവ് ലൈക്ക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ഈ വേവ് ലൈക്ക് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൾസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹാർട്ട് ബീറ്റിന് ഈക്വൽ ആയിരിക്കും. കാരണം ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴാണ് ഒരു കോൺട്രാക്ട് ചെയ്തു ഒരു വേവ്, റിലാക്സ് ചെയ്തു അടുത്തത്, കോൺട്രാക്ട് ചെയ്തു അടുത്തത്, റിലാക്സ് ചെയ്തു അടുത്തത്. ഒരു കോൺട്രാക്ഷനും ഒരു റിലാക്സേഷനും അല്ലേ ഹാർട്ട് ബീറ്റ്. അപ്പോൾ അത് തന്നെയായിരിക്കും നമുക്ക് പൾസായിട്ടും അനുഭവപ്പെടുന്നത്. അടുത്തതാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തധമനികളിലൂടെ ഒഴുകുന്ന സമയത്ത് അതിൻ്റെ സൈഡിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പം അതിനെ സിസ്റ്റോൾ എന്നല്ലേ പറയുക. അപ്പോൾ ഒരു ഹൈ പ്രഷറിൽ എന്താണ്, ഒരു 70 ml ബ്ലഡ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് 2 വെൻട്രിക്കിൾസിൽ നിന്നും പുറത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് അനുഭവപ്പെടുന്ന പ്രഷറാണ് 120 mmHg. ഇനി നമ്മുടെ ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോഴോ ആ 70 ml ബ്ലഡ് നമ്മുടെ ഹാർട്ടിൽ വന്ന് നിറയുന്നുണ്ട്. ആ സമയത്ത് അനുഭവപ്പെടുന്ന ലോ പ്രഷറാണ് 80. അതാണ് നമ്മുടെ ഡയസ്റ്റോളിക് പ്രഷർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ രക്തസമ്മർദ്ദം നമ്മൾ അളക്കുക. അതായത് 120/80 ആണ് ഒരു വ്യക്തിയുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. mmHg യൂണിറ്റ് എഴുതാൻ മറക്കരുത്.
ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഡബിൾ സർക്കുലേഷൻ? ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു കാർഡിയാക് സൈക്കിൾ മിസ് പറഞ്ഞില്ലേ, ജോയിൻറ്റ് ഡയസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വീണ്ടും ജോയിൻറ്റ് ഡയസ്റ്റോൾ. ഈ ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിലൂടെ 2 തവണ രക്തം കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവണ ഉള്ളൊരു സർക്കുലേഷൻ നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്നും മറ്റേതിനെ നമ്മൾ എന്ത് പറയും, സിസ്റ്റമിക് സർക്കുലേഷൻ എന്നും പറയും. എവിടെ സിസ്റ്റമിക് സർക്കുലേഷൻ കാണില്ലല്ലോ. ഓക്കെ, ഒരു സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്, പൾമണറി സർക്കുലേഷനും ഉണ്ട്. അപ്പോൾ എന്താണ് പൾമണറി എന്ന് പറഞ്ഞാൽ, പൾമണറി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം എന്നാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്നാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, റൈറ്റ് വെൻട്രിക്കിൾ, എപ്പോഴും വെൻട്രിക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നതാണ് പൾമണറി ആർട്ടറി. അത് നേരെ എങ്ങോട്ടേക്ക് പോകും, ലങ്സിലേക്ക് പോകും. ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡും കൊണ്ട് എവിടേക്ക് വരികയാണ്, ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇത് ലങ്സിലേക്ക് പോയി ലങ്സിൽ നിന്ന് തിരികെ വന്നതുകൊണ്ട് ഇത് പൾമണറി പര്യനം അല്ലെ പൾമണറി സർക്കുലേഷൻ. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എന്തെത്തി, ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തി. അപ്പോൾ അയോട്ട അല്ലെ മഹാധമനി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനുള്ള ബ്ലഡ് കൊടുക്കും. ഓക്സിജൻ കൊടുത്താൽ തിരികെ എന്താ കിട്ടുക, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡും കൊണ്ട് സുപ്പീരിയർ വീന കാവ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുകയാണ്. അതാണ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ, അതായത് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് കൊടുത്ത സർക്കുലേഷൻ. ഓക്കെ, അങ്ങനെ 2 തവണ നമ്മുടെ ബ്ലഡ് ഹാർട്ടിലൂടെ കടന്നു പോയത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ സർക്കുലേഷൻ. ഇനി നമ്മളുടെ ഹാർട്ട് ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ഡ്രിങ്ക്സ്, സ്മോക്കിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നല്ല രീതിയിൽ സ്ലീപ്പ് അല്ലെ ഉറക്കം എൻഷുർ ചെയ്യണം. പിന്നെ നമ്മൾ സ്ട്രെസ് ഒത്തിരി എടുക്കാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫാറ്റി ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് കരുതാം. അപ്പോൾ നമ്മുടെ രക്തം ഇത്രയും വീതിയുള്ളൊരു ഇതിലൂടെയാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഒത്തിരി ഫാറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളിൽ ഈ ഫാറ്റ് അടിഞ്ഞുകൂടും. അപ്പോൾ ഇവിടെ വീതി പതിയെ ഇങ്ങനെ കുറയും. കണ്ടോ, ഫാറ്റ് അടിഞ്ഞുകൂടി വീതി കുറയും. അങ്ങനെ വീതി കുറയുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എതെറോസ്ക്ലീറോസിസ് എന്ന് പറയാം. അപ്പോൾ ഇത് ഫുൾ ഫാറ്റ് ആണല്ലോ. അപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ ഈ ഫാറ്റ് പൊട്ടും. അപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം ഇവിടെ പോയി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയും, അതിനെയാണ് നമ്മൾ പറയുന്നത് കൊറോണറി ത്രോംബോസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എതെറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിന്, ഹൃദയഭിത്തികൾ ഉണ്ടാവില്ലേ, കാർഡിയാക് മസിൽസ്, അപ്പോൾ അവർക്ക് ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്ന ആ ധമനി ഭിത്തികളിൽ നമ്മുടെ വേസ്റ്റ് അല്ലെങ്കിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതാണ് നമ്മൾ എതെറോസ്ക്ലീറോസിസ്. കുറച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് അവിടെ ബ്ലഡ് ക്ലോട്ട്, രക്തക്കട്ട ഉണ്ടാവുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറോണറി ത്രോംബോസിസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് മസിൽസിന് ഓക്സിജനും ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ ആകുമ്പോൾ എന്തുണ്ടാകും, ഹാർട്ട് അറ്റാക്കും അതേപോലെ തന്നെ സ്ട്രോക്കും. ഹൃദയത്തിനാണെങ്കിൽ ഹൃദയാഘാതം, നമ്മുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസലിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ സംഭവങ്ങളുണ്ടാവും. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്, നമ്മളുടെ ഈ പ്ലാന്റ്സിന് എങ്ങനെയാണ് ന്യൂട്രിയൻസും ഓക്സിജനും കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ വാട്ടറും മിനറൽസും റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് ഫോട്ടോസിന്തസിസിന് വേണ്ടി എത്തിക്കുന്നത് നമ്മുടെ സൈലമാണ്. അതിൽ നമുക്ക് മെലിഞ്ഞ വെസൽസ് ആയിട്ടുള്ള ട്രക്കീഡ്സ് ഉണ്ട്, വലിയ വെസൽസ് ആയിട്ടുള്ള നമ്മുടെ വെസൽസ് ഉണ്ട്. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാം കേട്ടോ. ഇനി ഫുഡ്, ലീഫിൽ ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഫുഡ് ഉണ്ടാവും. ആ ഫുഡിനെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം, അതിനെ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. അതിനെ സഹായിക്കുന്നതാണ് ഇങ്ങനെ അരിപ്പകൾ പോലെയുള്ള സീവ് നാളി എന്ന് പറയും. അതേപോലെ തന്നെ അതിനെ സഹായിക്കാൻ തൊട്ടടുത്തായിട്ട് ആരുണ്ട്, സഹകോശം അല്ലെ കമ്പാനിയൻ സെല്ലുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഭക്ഷണം എല്ലാ ഭാഗത്തും എത്തുന്നത്. ഇനി നമ്മുടെ വാട്ടർ മോളിക്യൂൾ മുകളിലേക്ക് എത്താൻ സഹായിക്കുന്നതിൽ ഒരു ഫോഴ്സ്, പലതരത്തിലുള്ള ഫോഴ്സുകൾ ഇതിനെ സഹായിക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളുടെ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ സസ്യസ്വേദനം വഴി വെള്ളം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ളം നഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ തൊട്ടടുത്ത സ്ഥലത്തു നിന്ന് വെള്ളം ഇങ്ങനെ വലിച്ച് റൂട്ടിൽ നിന്ന് വെള്ളത്തിന് വേണ്ടി ഒരു വലിവ് വരും. അപ്പോൾ ഈ ഒരു ട്രാൻസ്പിറേഷൻ പുൾ അല്ലെങ്കിൽ സസ്യസ്വേദനം വഴിയുള്ള വലിവ് നമ്മളുടെ എന്തെത്തുന്നുണ്ട്, വെള്ളത്തിന് മുകളിലേക്ക് സൈലം വെസൽസിലൂടെ എത്തിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് എന്താണ്, നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കൊഹിഷൻ, എഡിഷൻ പോലത്തെ ഫോഴ്സുകളുണ്ട്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, എഡിഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളും സൈലം വെസൽസും തമ്മിലുള്ള അട്രാക്ഷൻ. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ വേരിലുള്ള പ്രഷർ. ഓക്കെ, റൂട്ട് പ്രഷറും ഇതേപോലെ തന്നെ നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്, വാട്ടർ മോളിക്യൂൾസ് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക, ഓസ്മോസിസ് മൂലം ജലം വേരിലെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു പ്രഷർ കൂടും. അപ്പോൾ വെള്ളം തൊട്ടടുത്ത് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ വെള്ളം പിന്നെയും പോവും അങ്ങനെ പോയി റൂട്ടിലുള്ള പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തിന് മുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുന്നത്. പക്ഷേ ഗ്ലൂക്കോസ് ആയിട്ടല്ല ഭക്ഷണം പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പകരം എന്തായിട്ടാണ്,
പകരം അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൂക്രോസ് ആയിട്ടാണ്, യൂസിങ് എനർജി. ഓക്കെ, സൂക്രോസിൻ്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഭക്ഷണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ സൂക്രോസ് ഉണ്ടെന്ന് കരുതാം, ഈ സൂക്രോസ് എനർജി ഉപയോഗിച്ച് വേറൊരു സെല്ലിലേക്ക് പോകും. അപ്പോൾ അവിടെ എന്താണ്, സൂക്രോസിൻ്റെ അളവ് കൂടി, അപ്പോൾ വെള്ളവും അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവിടെ മൊത്തത്തിൽ പ്രഷർ കൂടും. അപ്പോൾ സൂക്രോസ് വേറെ സ്ഥലത്തേക്ക് പോകും, അപ്പോൾ വെള്ളവും പിന്നാലെ പോകും. അങ്ങനെ പോയി 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 പ്രഷർ ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മുടെ സൂക്രോസ് പോകുമ്പോൾ എന്താണ്, ഭക്ഷണം ഇല്ലാത്ത സ്ഥലത്ത് ഭക്ഷണം എത്തും. അങ്ങനെ നമ്മളുടെ സൂക്രോസിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് ഇത് കിട്ടി എന്ന് മിസ് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്വിക്ക് റിവിഷൻ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കാം. ഇനി നെക്സ്റ്റ് ഇയർ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ എക്സാം നമുക്ക് തകർക്കാം.